ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ റിലേറ്റഡ് എക്സാമുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോലീസ് ഡ്രൈവർ കഴിഞ്ഞു, ഫയർമാൻ ഡ്രൈവർ കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് അടുത്ത മാസം ഏകദേശം അവസാനങ്ങളിലായിട്ട് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം തന്നെയാണ് നമ്മുടെ ഡ്രൈവർ കം OA എന്ന് പറയുന്ന എക്സാം. ഡ്രൈവർ കം OAയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് എക്സാമുകൾ അല്ലെങ്കിൽ ആ ഒരു സെയിം സിലബസിൽ തന്നെ വരുന്ന ഒരുപാട് എക്സാമുകൾ ഉണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മളുടെ കൈകളിലുള്ളൂ. നോക്കുവാണെങ്കിൽ ഏകദേശം 30 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഈ 30 ദിവസം എങ്ങനെ കൃത്യമായിട്ട് ആ എക്സാമിന് തയ്യാറെടുക്കാം, ഈ 30 ദിവസം കൊണ്ട് എങ്ങനെ കൃത്യമായിട്ട് ആ എക്സാമിന് തയ്യാറെടുക്കാം എന്നുള്ള ടൈം ടേബിൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളിവിടെ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനമാണ് നമ്മളിവിടെ നൽകുന്നത്. എന്താണ് ഇത്തരത്തിൽ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടൈം ടേബിൾ വെച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഓരോ ദിവസവും പഠിച്ച് തീർക്കേണ്ട ടോപ്പിക്കുകൾ ഉണ്ടാവും. ഓരോ ദിവസവും പഠിച്ച് തീർക്കേണ്ട ടോപ്പിക്കുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനും ഒരു 7 ദിവസം കഴിഞ്ഞ് നമ്മളവിടെ റിവിഷൻ ഡേ തരുന്നുണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും അതിന്റെ എക്സാമുകൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുവാനും എല്ലാം നമുക്ക് അവസരം നൽകുന്നത് തീർച്ചയായിട്ടും ഈ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനത്തിലൂടെയാണ്. അല്ലാതെ നമ്മൾ വെറുതെ 200 റാങ്ക് ഫയൽ വെച്ച് എന്നാൽ ആദ്യം ഒരു 5 പേജ് വായിക്കാം, പിന്നീട് ഒരു 10 പേജ് വായിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം വളരെ പെട്ടെന്ന് പോവുകയും എക്സാമിന് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പ്രിപ്പയർ ചെയ്യാനും സാധിക്കത്തില്ല. പിന്നെ ഒരു 30 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ആ 30 ദിവസം എങ്ങനെ കൃത്യമായിട്ട് എക്സാമിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതിനെ ബേസ് ചെയ്തുള്ള ഒരു 30 ഡേയ്സ് ടൈം ടേബിൾ ആണ് ഡ്രൈവർ കം OA 30 ഡേയ്സ് ടൈം ടേബിൾ ആണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആദ്യം നമ്മുടെ ഒന്നാമത്തെ ദിവസം നമ്മൾ എന്താണ് പഠിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്നും ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് തീർക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള പഠനത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 1857 വിപ്ലവം ആണ് നമ്മൾ ഒന്നാമത്തെ ദിവസം പഠിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്. അവിടെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ്, ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് അവിടെ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ഭാഗങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്സ് വീണ്ടും ഇമ്പോർട്ടൻറ്റ് സെക്ഷന്റെ പാർട്ട് 2. ഇത്രയും കാര്യങ്ങൾ, ഈ 4 ടോപ്പിക്കുകളാണ് നമ്മൾ ഒരു ദിവസം പഠിക്കുന്നത്. ഈ 4 ടോപ്പിക്ക് നമുക്ക് മിനിമം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഈ 4 ടോപ്പിക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ ദിവസം സെക്കൻഡ് ഡേ നമ്മൾ പഠിക്കുന്നത് വീണ്ടും നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജി, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ പലതവണ എക്സാമിന് വരുന്നതാണ്. ആ ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇമ്പോർട്ടൻറ്റ് സെക്ഷന്റെ പാർട്ട് 3 ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ പാർട്ട് 3. അതേപോലെ കേരള ജോഗ്രഫി, കേരള ജോഗ്രഫിയിലെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ആ ഒരു ഭാഗം നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ ഡ്രൈവിംഗ് ചിഹ്നങ്ങൾ. ഇപ്പോൾ രണ്ടാമത്തെ ദിവസവും നമ്മൾ വീണ്ടും 4 ടോപ്പിക്കുകൾ പഠിക്കുകയാണ്. നമ്മൾ ഒന്നാം ദിവസം 4 ടോപ്പിക്കുകൾ പഠിച്ചു. ആ തരുന്ന ടോപ്പിക്കുകൾ അതേ ദിവസം തന്നെ പഠിച്ച് തീർക്കണം, എങ്കിലേ നമുക്ക് പെൻഡിങ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ദിവസം വീണ്ടും 4 ടോപ്പിക്കുകൾ തരുന്നു. ആ 4 ടോപ്പിക്കുകൾ നമ്മൾ രണ്ടാമത്തെ ദിവസം കവർ ചെയ്യുന്നു. ഈ മൂന്നാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ ദിവസം അവിടെ നമ്മൾ എക്കണോമിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എക്കണോമിക്സിലെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ് ഒക്കെ പലതവണ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വന്ന ഏരിയ ആണ്. അതേപോലെ പഞ്ചവത്സര പദ്ധതികൾ, ഇന്ത്യൻ സാമ്പത്തിക രംഗം, അത്രയും ടോപ്പിക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ ടെസ്റ്റിംഗ് നോളജ് ഓഫ് MV ആക്ട് ഡെഫിനിഷൻ, ആ ഒരു കാര്യങ്ങൾ ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. INC സമ്മേളനം, ഇന്ത്യൻ ചരിത്രത്തിലെ INC സമ്മേളനം, അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നു. പിന്നീട് ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ അതിന്റെ തന്നെ നേരത്തെ പഠിച്ചതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് റെഗുലേഷൻസ് ആൻഡ് സെക്ഷൻസ് എന്ന് പറയുന്ന ഏരിയാസ് നമ്മൾ അവിടെ പഠിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നാം ദിവസം പഠിച്ചു, രണ്ടാം ദിവസം പഠിച്ചു, മൂന്നാം ദിവസം പഠിച്ചു. ഇനി ആ മൂന്നാം ദിവസവും നമ്മൾ 4 ടോപ്പിക്ക് പഠിക്കുന്നു. നാലാമത്തെ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും 4 ടോപ്പിക്കുകൾ പഠിക്കുകയാണ്. കേരള ഭൂമിശാസ്ത്രം, ആ കേരള ജോഗ്രഫിയിലെ ടോപ്പിക്കും, അതേപോലെ ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സിലെ CMVR റൂള്, അതേപോലെ കേരള നവോത്ഥാനം, നവോത്ഥാനത്തിലെ അയ്യാ വൈകുണ്ഠ സ്വാമി, ചട്ടമ്പി സ്വാമി, അതേപോലെ വക്കം അബ്ദുൾ ഖാദർ, കേരള നവോത്ഥാനത്തിൽ അത്രയും ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നു. വീണ്ടും സ്പെഷ്യൽ ടോപ്പിക്സ്. അങ്ങനെ നമ്മൾ നാലാമത്തെ ദിവസം അടുത്ത 4 ടോപ്പിക്കുകൾ പഠിക്കുകയാണ്.
ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ആഡ് ചെയ്താണ് പഠിക്കുന്നത്. 5ാമത്തെ ദിവസം അടുത്ത ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള എക്കണോമിക്സിന്റെ ടോപ്പിക്കുകളും അല്ലെ, ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്സുകളും ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 5ാമത്തെ ദിവസം പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഈ 5 ദിവസം നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ പഠിച്ചു. 6ാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകും അല്ലെ. ഞാനും നിങ്ങളും എല്ലാവരും പഠിക്കുന്ന കാര്യം മറന്നുപോകും, നമ്മൾ മനുഷ്യരല്ലേ. അപ്പൊ ആ പഠിക്കുന്ന കാര്യം മറന്നു പോകാതിരിക്കാൻ 6ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുന്നു. ഇവിടെ നമ്മൾ റിവിഷൻ മാത്രമാണ്, നിങ്ങൾക്ക് ആ ഒരു ഡേ എക്സ്ട്രാ ഒന്നും പഠിക്കാനായിട്ട് തരുന്നില്ല. എന്ത് ചെയ്യുന്നു, റിവിഷൻ മാത്രമാണ് നമ്മൾ 6ാമത്തെ ദിവസം നൽകുന്നത് അല്ലെ. റിവിഷൻ മാത്രം നമ്മൾ 6ാമത്തെ ദിവസം നൽകുന്നു. അതോടൊപ്പം അതിന്റെ ബേസിലുള്ള റിവിഷൻ എക്സാമും ഉണ്ടാവും. ഈ റിവിഷൻ എക്സാം നടത്തുമ്പോൾ നിങ്ങൾക്ക് ഈ 5 ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്കുകളിൽ നിങ്ങൾ പഠിക്കാത്ത ഭാഗം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകുന്ന ഏരിയാസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ആ ടോപ്പിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനും എല്ലാം നമുക്ക് ഈ റിവിഷൻ ഡേയിൽ സഹായിക്കുന്നുണ്ട് അല്ലേടാ. അതേപോലെ ഈ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ ഈ 5 ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ടാകും. ഈ ലൈവ് സെക്ഷൻസിൽ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളുടെ എല്ലാം എന്താണ് PYQs ആയിരിക്കും, ഇമ്പോർട്ടൻറ്റ് PYQs ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഞങ്ങൾ ഇവിടെ ക്ലാസ്സുകൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. നമ്മൾ ടൈം ടേബിൾ ബേസ് ചെയ്ത് ഈ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള എല്ലാ റെക്കോർഡഡ് ക്ലാസ്സുകളും ഓൾറെഡി നമ്മുടെ ആപ്പിലുണ്ട്. അപ്പൊ ആപ്പിലെ റെക്കോർഡഡ് ക്ലാസ്സുകളും അതിന്റെ നോട്ട്സും വായിച്ച് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അതേപോലെ ലൈവ് സെക്ഷൻസ് വീക്ക്ലി 3-4 ലൈവ് സെക്ഷൻസ് അടുത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. എക്സാം ആയതുകൊണ്ട് തന്നെ, എക്സാം അടുക്കുന്നതുകൊണ്ട് തന്നെ ലൈവ് സെക്ഷൻസിന് എണ്ണം കൂടുകയുള്ളൂ. അതേപോലെ വീക്ക്ലി എക്സാമുകൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ അല്ലെ, ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് പഠിച്ചു തീർക്കാനും അല്ലെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമുക്കറിയാം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. ഇനിയും നിങ്ങൾ പഠനം ആരംഭിച്ചിട്ടില്ല അല്ലെ, എക്സാം അടുക്കുന്നു, അന്ന് ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയ ഒരു ഡ്രൈവർ കം OA 30 ഡേയ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 ദിവസം കൊണ്ട് കൃത്യമായിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്ത്, കൃത്യമായിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത്, കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് ഏറ്റവും പുതിയ 30 ഡേ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ ജോയിൻ ചെയ്യാനും, ഇതിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് 30 ദിവസത്തെ ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കാനും ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.